ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിജിറ്റ് സം മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെയാണ്. ഓക്കെയാണ്. ഈ ഡിജിറ്റ് സം മെത്തേഡ് എന്ന് പറയുന്ന ആൾ ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയിലും പ്രയോജനപ്പെടുന്ന ആൾ തന്നെയാണ്. നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്ത് ഉത്തരത്തിനകത്തേക്ക് എത്തിക്കാൻ ഇവൻ സഹായകമാകും. ഓക്കെയാണ്. അങ്ങനെയാകുന്ന ഈ ഡിജിറ്റ് സമ്മിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാവരും തന്നെ ഒന്നിനൊന്നായിട്ട് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാവൂ കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നതാകുന്ന ടോപ്പിക്കിനകത്തേക്ക് കിടക്കാം. ഓക്കെയാണ് മക്കളെ, ഞാൻ ആദ്യമേ തന്നെ ഡിജിറ്റ് സം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യങ്ങൾ തുടങ്ങുകയല്ല. എങ്ങനെയാണ് ഡിജിറ്റ് സം എന്നൊരു വാക്കിനകത്തേക്ക് എത്തിപ്പെടുന്നതെന്ന് ആദ്യം പറഞ്ഞു തരാം. എൻ്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. എന്തുണ്ട്? എൻ്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. ശരിയാണോ? ആ കയ്യിലിരിക്കുന്നതാകുന്ന നമ്പറിനെ ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെയാണോ? എൻ്റെ കയ്യിലൊരു നമ്പറുണ്ട്. ആ നമ്പറിനെ ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാകുന്ന റിമൈൻഡർ എന്ന് പറയുന്ന ആൾ ആരാണ് എന്ന് ഞാൻ കണ്ടുപിടിക്കും. ഓക്കെയാണോ മകളെ? ശരിക്കും പറഞ്ഞാൽ ഈ റിമൈൻഡർ എന്ന് പറയുന്ന ആളാണ് ആര്? ഈ ഡിജിറ്റ് സമ്മ് അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് സമ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാകുന്ന റിമൈൻഡർ ആരാണോ അവനാണ് ആരെന്ന് പറയുന്നത്? സിംഗിൾ ഡിജിറ്റ് സമ്മ് അല്ലെങ്കിൽ സിംപ്ലി ഡിജിറ്റ് സമ്മ് എന്നതാകുന്ന ആ ഒരു വാക്ക് കൊണ്ട് സൂചിപ്പിക്കപ്പെടുക. ഓക്കെയാണ്. ഇനി എന്താ സംഗതി എന്ന് പറഞ്ഞു തരാം. എൻ്റെ കയ്യിലേക്ക് ഒരു നമ്പർ തരണമല്ലോ. ആ നമ്പർ ഞാനിപ്പോൾ തൽക്കാലം 2 7 5 3 8 4. ഓക്കെ, ഇതാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വലിപ്പം കാണും ഈ ഒരു സംഖ്യയ്ക്ക്. ശരിയാ, വലിപ്പമൊക്കെ ഉണ്ട്. പക്ഷേ നിസ്സാരമായിട്ട് ആൻസറിനകത്തേക്ക് എത്തിക്കാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ വരുന്നതെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. മക്കളെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കണേ. നമുക്കറിയാവുന്ന പരിപാടി തന്നെയാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, സം ഓഫ് ഡിജിറ്റ്സ് എടുക്കണു. എന്താണ് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്ന ആളിനെ അങ്ങോട്ടേക്ക് എടുക്കണു. ശരിയാണോ? ഈ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? തന്നിട്ടുള്ളതാകുന്ന നമ്പറിൻ്റെ ഓരോ ഡിജിറ്റുകളും എടുത്തെടുത്ത് അങ്ങോട്ട് കൂട്ടുക. എന്താണോ കിട്ടുന്നത് എന്ന് കണ്ടുപിടിച്ച്. 7 2 9, 9 5 14, 14 3 17, 17 8 25, 4 എത്ര വരും മക്കളെ? 29. എത്ര വരും ഇവിടെ? 29. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു ചോദ്യത്തിനകത്ത് എത്രയാണ് വന്നേക്കുന്നത്? 29. ഒന്നുകൂടെ വെരിഫൈ ചെയ്തോ. 8 4 12 3 15 5, 20 7 27 2 29 വന്നിട്ടുണ്ട് മക്കളെ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. സം ഓഫ് ഡിജിറ്റ്സ് ആകുന്ന ആൾ ആരാണോ നമുക്ക് കിട്ടിയത് അവനിലൂടെ നമുക്ക് എവിടേക്ക് എത്തണം? സിംഗിൾ ഡിജിറ്റ് സമ്മിനകത്തേക്ക് എത്തണം. സിംഗിൾ ഡിജിറ്റ് സമ്മിനകത്തേക്ക് എത്തണം. എന്താടാ? സിംഗിൾ ഡിജിറ്റ് സമ്മിനകത്തേക്ക് എത്തണം. സിംഗിൾ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? സിംഗിൾ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടുമ്പോൾ ആ സം ഓഫ് ഡിജിറ്റ്സ് ആരിലേക്കാണോ എത്തി നിൽക്കുന്നത് ആ കിട്ടുന്നത് ഒന്നുകിലൊരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ് എന്നാണെങ്കിൽ അതിനെ തന്നെ അങ്ങ് എടുത്തെഴുതുക. അല്ല, ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ സംഖ്യകൾ തങ്ങളിൽ കൂട്ടേണ്ടി വരും. 9 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇവിടെ? 9 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇവിടെ? 11. കണ്ടോ? 9 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇവിടെ? 11. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ടത് ആരാ? സിംഗിൾ ഡിജിറ്റ് സമ്മ. അല്ലാതെ 2 ഡിജിറ്റ് നമ്പറിൻ്റെ വാല്യൂ ആണോ വേണ്ടത്? അല്ല. അങ്ങനെയാണെങ്കിൽ ഒരു 2 ഡിജിറ്റ് നമ്പർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെയും ആ തന്നിട്ടുള്ളതാകുന്ന കിട്ടുന്ന സംഖ്യകളെ പിന്നെയും കൂട്ടുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 1 + 1 എന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഇവിടെ 2 എന്ന് വരും. ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞു തരാം. തന്നിട്ടുള്ളതാകുന്ന നമ്പർ ഇതാ. നമുക്ക് എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ റിമൈൻഡർ വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടേ? സിംഗിൾ ഡിജിറ്റ് സം അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ മതി. സിംഗിൾ ഡിജിറ്റ് സമ്മ് കണ്ടുപിടിച്ചാൽ മതി. സിംഗിൾ ഡിജിറ്റ് സമ്മ് വേണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണോടാ? സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം. സം ഓഫ് ഡിജിറ്റ്സ് നമുക്ക് ഈ ചോദ്യത്തിന് എത്ര എന്നാണ് കിട്ടിയത്? 29 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 29 ആണ് സം ഓഫ് ഡിജിറ്റ്സ് എങ്കിൽ സിംഗിൾ ഡിജിറ്റ് സമ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 2 ഡിജിറ്റ് നമ്പറോ 3 ഡിജിറ്റ് നമ്പറോ 4 ഡിജിറ്റ് നമ്പറോ വരണമെന്നല്ല. ഒരൊറ്റ നമ്പറിനകത്തേക്ക്, ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിനകത്തേക്ക് ആ സമ്മിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? തന്നിട്ടുള്ളതാകുന്ന ഒരു നമ്പർ 2 ഡിജിറ്റ് ആണെങ്കിൽ ആ ഡിജിറ്റ് തങ്ങളിൽ കൂട്ടുക. അങ്ങനെയാകുന്ന ആ 2 ഡിജിറ്റുകൾ കൂട്ടുമ്പോൾ പിന്നെയും ഒരു 2 ഡിജിറ്റാണ് കിട്ടുന്നതെങ്കിൽ പിന്നെയും ആ 2 സംഖ്യകൾ കൂട്ടുക. അങ്ങനെ കൂട്ടി ഒരു സിംഗിൾ ഡിജിറ്റിനകത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമെന്നാണെങ്കിൽ അവിടെ ഇപ്പോൾ എത്രയാണ് കിടക്കുക? 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 2 7 5 3 8 4 എന്ന് പറയുന്ന സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആരായി മാറും? 2 ആയി മാറും. ആരാടാ റിമൈൻഡർ അവിടെ? 2 ആയി മാറും. കണ്ടോ? സംഗതി പിടികിട്ടിയോ?
എന്താ, എൻ്റെ കയ്യിലൊരു സംഖ്യ ഉണ്ട്, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കതിനൊരു റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ എന്ന് പറയുന്ന ആൾ ആരായിരിക്കും? തന്നിട്ടുള്ളതാകുന്ന സംഖ്യയുടെ സിംഗിൾ ഡിജിറ്റ് സം ആയിരിക്കും. കണ്ടോ എങ്ങനെയാണ് ഈ സിംഗിൾ ഡിജിറ്റ് സമ്മ് അല്ലെ ഡിജിറ്റ് സം എന്നൊരു വാക്ക് വന്നതെന്ന് പിടികിട്ടിയോ? റിമൈൻഡർ ആകുന്ന ആളാണ് സിംഗിൾ ഡിജിറ്റ് സമ്മ്. ഒരു സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ റിമൈൻഡർ, അതാണ് അവിടുത്തെ സിംഗിൾ ഡിജിറ്റ് സമ്മ്. പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? സം ഓഫ് ഡിജിറ്റ്സ് നോക്കി, അത് 29 വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് തങ്ങളി കൂട്ടുമ്പോൾ 11 വരും. അപ്പോഴും ഒരു 2 ഡിജിറ്റ് കിട്ടി. പിന്നെയും അതിനെ തങ്ങളി കൂട്ടുമ്പോൾ 1 + 1 എത്ര വരും? ഇവിടെ 2 എന്ന് വരും. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 2 ആയിരിക്കും ഈ ഒരു സംഖ്യയുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? വേറൊരു നമ്പർ തരാം. എടാ 8 7 3 2 5 1 എന്നായിക്കോട്ടെ. ഈ ഒരു നമ്പറിൻ്റെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാകുന്ന റിമൈൻഡർ എത്രയാണ് എന്നൊന്ന് കണ്ടുപിടിച്ചേ. ദാ നോക്കിക്കോട്ടെ, 8 7 15, 15 3 18, 18 2 25, 25 1 26. സം ഓഫ് ഡിജിറ്റ്സ് എത്രയാണ് വന്നത്? 26. ഓക്കെ ആണോ? ഒന്നുകൂടെ 5 1 6, 6 2 8, 3 11, 11 7 18, 18 8 26 വന്നേ. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 26 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സിംഗിൾ ഡിജിറ്റ് സമ്മിനകത്തേക്ക് എത്തിക്കുക. എന്ത് ചെയ്യണം? ഈ 6 2 കൂടെ കൂട്ടുക. 6 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? ഇവിടെ 8 എന്ന് വരും. അതായത് നമ്മുടെ നിലവിലത്തെ ചോദ്യത്തിൻ്റെ സിംഗിൾ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 8. നമ്മുടെ കയ്യിലിരിക്കുന്ന ചോദ്യത്തിൻ്റെ സിംഗിൾ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 8. അതിനർത്ഥം എന്താ? ദാ ഈ പറയുന്നതിൻ്റെ സിംഗിൾ ഡിജിറ്റ് സം 8 ആണെങ്കിൽ ഈ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആരാണെന്ന് അതിൻ്റെ അർത്ഥം? 9 ആണെന്ന് അർത്ഥം. പിടികിട്ടിയോ? ഒരു നമ്പർ തരുന്നു, അതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുന്നു, അതിനകത്ത് ആ സം ഓഫ് ഡിജിറ്റ്സിനെ സിംഗിൾ ഡിജിറ്റ് സമ്മിനകത്തേക്ക് എത്തിക്കുന്നു, അത് അവിടുത്തെ റിമൈൻഡറായി മാറും. ശരിയാണോ മക്കളെ? ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടൻറ്റ് എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. എന്താ? ഈ സംഖ്യകളെ കൂട്ടുക എന്ന് പറയുന്നത്. അതുകൂടി നമുക്കൊന്ന് എളുപ്പമാക്കിയ ഈ മെത്തേഡ് വളരെ വലിയ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിനകത്തേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. എന്താ നോക്കിയടാ, എടാ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുന്ന സമയത്ത് എന്താ ഞാൻ പറഞ്ഞേ? സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്ന ആളിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയോ? എടാ കൂട്ടുമ്പോൾ 9 വരുന്നു എന്നാണെങ്കിൽ ആ അത്രയും ഭാഗം കട്ട് ചെയ്യുക. എന്താ? കൂട്ടുമ്പോൾ 9 വരുന്ന സംഖ്യകൾ ഡിജിറ്റ്സുകൾ ആരൊക്കെയാണോ, കൂട്ടുമ്പോൾ 9 വരുന്ന ഡിജിറ്റ്സുകൾ ആരാണോ അതിനെ വെട്ടുക. 9 വരുന്നില്ല, പക്ഷേ മൾട്ടിപ്പിൾ ഓഫ് 9 വരുന്നുണ്ട് എന്നാണെങ്കിൽ അവനെയും അങ്ങ് വെട്ടിയേക്കുക. അവശേഷിക്കുന്നതാകുന്ന സംഖ്യകൾ അവിടെ ആരൊക്കെയുണ്ടോ അവന്മാരെ മാത്രം കൂട്ടി അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോഴും നിങ്ങൾക്ക് ഈ സെയിം റിമൈൻഡർ തന്നെ കിട്ടും. മനസ്സിലായില്ല? ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ടൊന്ന് നോക്കേ. ആ നമ്പർ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. ഇങ്ങോട്ട് നോക്കിയേ, വലിയ സ്ഥലമൊന്നും വേണ്ട, ചുമ്മാ നോക്കി പറയാവുന്നേ ഉള്ളൂ. 2 7 5 3 8 4 ഇതല്ലായിരുന്നു നമ്പർ, നമ്മുടെ നമ്പർ 2 7 5 3 8 4, 2 7 5 3 8 4 ആണ്. ഇനി ഇവനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? വളരെ വേഗത്തിൽ ഉത്തരത്തിലേക്ക് എത്തിക്കണം. അതായത് ഈ റിമൈൻഡർ 2 ആണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണമെന്നറിയാം? കൂട്ടുമ്പോൾ 9 വരുന്നവനെ വെട്ടുക. എടാ 7 2 കൂടെ കൂട്ടിയാൽ 9 വരുന്നത്. ഓക്കെ ആണോ? 5 4 കൂടെ കൂട്ടിയാൽ എത്ര ഇട വരുന്നത്? 9 വരുന്നത്. അവശേഷിക്കുന്ന സംഖ്യകൾ ആരൊക്കെയുണ്ട്? 3 ഉണ്ട്, 8 ഉണ്ട്. 8 3 കൂടെ കൂട്ടുമ്പോൾ എത്ര മക്കളെ വരുന്നത്? 11. 11ൻ്റെ 1 1 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 2. അപ്പോൾ റിമൈൻഡർ എത്ര? 2. കണ്ടോ? ഇത്രയും കിടന്ന് കൂട്ടിയെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സിംപ്ലി ഇത് ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടേ? 9 എന്ന് പറയുന്ന സമ്മ് എപ്പോൾ വരുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 9 ആകുന്ന സമ്മ് എപ്പോൾ വരുന്നു, അവനെ ഞാൻ കട്ട് ചെയ്യുക, അവശേഷിക്കുന്നവനെ കൂട്ടുക. പിടികിട്ടിയോ? അങ്ങനെയാണ് രണ്ടാമത്തെ സംഖ്യ നോക്കിയടാ. കൂട്ടുമ്പോൾ 9 വരുന്നു എന്ന് തോന്നുന്ന ആളുകൾ ആരൊക്കെയാണോ അവനെ മൊത്തം അങ്ങ് എടുത്ത് കളഞ്ഞു. ആരൊക്കെയുണ്ടടാ അവിടെ? ദാ നോക്കിക്കോ, 7 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നേ? 9 വരുന്നത്. വെട്ടി. 8 3 എത്ര വരും? 11. 11 5 വേണ്ട, അതാണ്ട് ഈ 8 1 കൂടെ വെട്ടാം അല്ലേ? 8 1 വെട്ടിപ്പോ. ഇനി അവിടെ ബാക്കി ആരുണ്ട് മക്കളെ? 5 3 ഉള്ളത്. 5 3 എത്ര ആടാ? 8. ദാണ്ടേ സെയിം ആകുന്ന വിലയിലേക്ക് തന്നെ എത്തിയില്ലേ? പിടികിട്ടിയോ മക്കളെ? ഈ ഒരു മെത്തേഡ് എന്താണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റ് സമ്മ്, അല്ലെങ്കിൽ ഒരു സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് റിമൈൻഡർ കിട്ടും, ഇത്രയും ആകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുപാടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. എന്താണ് പരിപാടി എന്ന് ഇനി അങ്ങോട്ട് കാണിച്ചു തരാം. ഓക്കെ ആണോ? അപ്പോൾ ഡിജിറ്റ് സം മെത്തേഡിനെ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നോക്കിക്കോളുക മക്കളെ. അപ്പോൾ എന്താണ് ഡിജിറ്റ് സമ്മ് എന്നതാകുന്ന ഒരു സാധനം എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു.
അങ്ങനെയാകുന്ന സിംഗിൾ ഡിജിറ്റ് സമ്മുകൾ എവിടെ മുതൽ എവിടെ വരെ നമുക്ക് ലഭിക്കും? അതായത് റിമൈൻഡർ ഓഫ് 9 എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാകുന്ന സംഖ്യകളാണ്? സിംഗിൾ ഡിജിറ്റുകളല്ലേ. 0 മുതൽ എവിടെ വരെ വരും? 8 ആകുന്ന നമ്പർ വരെ വരും. അല്ലെങ്കിൽ 0 വരും, 8 വരും, അല്ലെങ്കിൽ ഇതിനിടയിലുള്ളതാകുന്ന നമ്പറുകളായിരിക്കും സിംഗിൾ ഡിജിറ്റ് സമ്മായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെയാണ്. ഇനി അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആകുന്ന നമ്പർ 342 ആണ് എന്നിരിക്കട്ടെ. എടാ, ഇവൻ്റെ ഡിജിറ്റ് സമ്മ് എത്രയാണ് എന്ന് ചോദിച്ചാൽ വെട്ടുമ്പോൾ ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ എനിക്ക് 9 സം ഓഫ് ഡിജിറ്റ്സ് വരുമല്ലോ. വെട്ടുകയാണ് എന്നാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വെട്ടി മാറില്ലേ? അവശേഷിക്കുന്നതാകുന്നത് ഒന്നുമില്ലാത്തത് കൊണ്ട് ഡിജിറ്റ് സമ്മ് 0 എന്ന് വേണം വരാൻ. ഓക്കെ ആണോ? ഇനി നമ്മൾ മനസ്സിലാക്കുക, ഡിജിറ്റ് സമ്മ് ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് 0 എന്ന് വന്നാൽ ദാറ്റ് പർട്ടിക്കുലർ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9 എന്നാണ്. അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പർ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം എന്നുകൂടി ഒന്ന് തിരിച്ചറിഞ്ഞു വെക്കുക. ഓക്കെ ആണോ? ഇനി നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, തനിത്തനിയാകുന്ന ഓരോ നമ്പറുകളെയും നമ്മൾ പരിഗണിക്കുന്നു. ഓരോ നമ്പറുകളുടെയും ഡിജിറ്റ് സം അങ്ങോട്ട് എടുക്കുന്നു. എന്ത് ഓപ്പറേഷനാണോ ആ ചോദ്യം കൊണ്ട് അവർ പറയുന്നത് ആ ഓപ്പറേഷൻ അങ്ങോട്ട് ചെയ്യുക. നമുക്ക് എന്താണോ ഫൈനൽ ആൻസർ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണോ? താ നോക്കിക്കോടാ. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്? ഡിജിറ്റ് സം എടുക്കുക. 5ഉം 4ഉം കൂട്ടുമ്പോൾ 9 അല്ലേ? വെട്ടിമാറ്റി 7 3 10 1 എത്ര വന്നു? 11. 11ൻ്റെ 1 ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര മക്കളെ വരുന്നത്? 2. അതിന് ശേഷം കിടക്കുന്ന ചിഹ്നം പ്ലസ്സാ. അത് കഴിഞ്ഞ് എന്താ ഉള്ളത്? ദാണ്ടേ 6ഉം 3 കൂടെ വെട്ടുമ്പോൾ എത്ര വരും? 9. 5ഉം 5ഉം എത്ര? 10ഉം 2ഉം 12. 12ൻ്റെ 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര വരും ഇവിടെ? 3. ശരിയാണോ? ആണ്. അത് കഴിഞ്ഞ് കിടക്കുന്നവൻ ആരാടാ? ദാണ്ടേ 5ഉം 4ഉം വെട്ടുമ്പോൾ 9 വരും. അതുകൊണ്ട് അത് വെട്ടിമാറ്റി. ഇനി അവശേഷിക്കുന്നതായ 3 3 3 മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നു? 9 അല്ലേ? മൊത്തം വെട്ടിമാറ്റുമ്പോൾ ഡിജിറ്റ് സമ്മ എത്ര വരും? 0 വരും. പ്ലസ് അത് കഴിഞ്ഞ് ആരാ ഉള്ള? 7ഉം 2ഉം കൂടെ വെട്ടുന്നു. 6ഉം 5ഉം എത്രടാ? 11. 1 1 എത്ര മക്കളെ? 2. ഇനി അവശേഷിക്കുന്നതായത് 342. അതാ ഇപ്പോൾ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഡിജിറ്റ് സം എത്ര വന്നേ? 0. ഇനി പറഞ്ഞേടാ, അവശേഷിക്കുന്നതാകുന്ന നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതാകുന്ന സംഖ്യകളെല്ലാം കൂടെ എന്താ അങ്ങ് ഓപ്പറേറ്റ് എല്ലാം കൂട്ടാനാണ് പറയുന്നത്. 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 5. 5ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 7. അതായത് നമ്മുടേതാകുന്ന ഈ തന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ആളില്ലേ, അയാളുടെ ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിൽ ഉത്തരത്തിനകത്ത് 7 വരുന്നവൻ ആരാണുള്ളത് എന്ന് കണ്ടെത്താം. താ നോക്കിക്കോടാ. 7ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 9. അവശേഷിക്കുന്നത് 6ഉം 4ഉം 10ഉം 7ഉം 17. 17ൻ്റെ 7ഉം ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 8. ഇത് ഉത്തരവാണോ? അല്ല. ഇനി നോക്കേ, ദാണ്ടേ 7 7ഉം 14ഉം 4ഉം 18 മൾട്ടിപ്പിൾ ഓഫ് 9 വെട്ടിമാറ്റ്. അവശേഷിക്കുന്നത് 6ഉം ഒന്നുകൂടെ കൂട്ടുമ്പോൾ എന്താകാം? 7. കണ്ടോ? 7 എന്ന ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും അതിൻ്റെ ആൻസർ. എന്നാലും നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ദാണ്ട് നോക്കേ, 7ഉം 2ഉം കൂടെ വെട്ടിമാറ്റി. ഇനി എന്തുണ്ട്? 7 1ഉം 8 8ഉം 4ഉം 12 6ഉം 18 മൾട്ടിപ്പിൾ ഓഫ് 9 വന്നിട്ടുള്ളത്. ശരിയല്ലേ? ഡിജിറ്റ് സം എന്ന് പറയുന്നത് അപ്പോൾ എന്തായി മാറും? 0. അപ്പോൾ ഇതാകുമോ ആൻസർ? ഇല്ല. ഇനി നോക്കേ, 7ഉം 2ഉം വെട്ടി. 7ഉം 4ഉം 11ഉം 6ഉം എത്ര? 17. 7 1 അപ്പോൾ എത്ര വരും ഇവിടെ? 8 എന്ന ഡിജിറ്റ് സം. ഇത് വരുമോ? ഇല്ല. ആൻസർ ആരാടാ? 107746 തന്നെ. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ബാക്കി ഒന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ തന്നിട്ടുള്ളതാകുന്ന ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരേപോലെ തന്നെ 2 ഓപ്ഷനുകളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അങ്ങനെയാകുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്യണം. അതായത് എന്താണ് ആ ലോജിക്ക് എന്ന് ചോദിച്ചാൽ, വേറെയാകുന്ന കൊച്ചു കൊച്ചു ട്രിക്കുകൾ, ഉദാഹരണത്തിന് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡുകളൊക്കെ എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റുകളാകുന്ന സ്ഥാനത്ത് ആര് വരും എന്നൊക്കെ ഒന്ന് ടാലി ചെയ്ത് നോക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകുന്ന കൊച്ചു കൊച്ചു ലോജിക്ക് വർക്ക് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. അതിനുള്ള പക്ക എക്സാമ്പിൾസ് എല്ലാം ഇന്നത്തെ ഈ ഒരു പാർട്ടിനകത്തുണ്ടടാ. ദാ നോക്ക്, അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാമേ. ഈ ഒരു ചോദ്യത്തിനകത്ത് നമ്മൾ ഫ്രാക്ഷൻസ് ആകുന്ന ആളുകളെ കൂടി പരിചയപ്പെടുക. മകളെ, എന്താണ് ഈ ഫ്രാക്ഷൻസ് ആകുന്ന ആളുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞു തരാം. എടാ, എങ്ങാനും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷനുകളാകുന്ന ആളുകൾ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഫ്രാക്ഷൻ ആകുന്ന ആ നമ്പറില്ലേ, അവൻ്റെ ഡിനോമിനേറ്റർ ആകുന്ന ആളിനെ വേണം പരിഗണിക്കാൻ. ഡിനോമിനേറ്റർ ആകുന്ന ആളിൻ്റെ ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് എന്നാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണ്ട? ഡിനോമിനേറ്ററിനെ നോക്കണ്ട, ന്യൂമറേറ്ററിൻ്റെ ഡിജിറ്റ് സമ്മും കൊണ്ടങ്ങ് പോവാം. ഓക്കെ ആണോ? അല്ല, ഡിജിറ്റ് സമ്മ് 1 അല്ല എന്നാണെങ്കിൽ 1 ആക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതവിടെ ചെയ്യേണ്ടി വരും. ഓക്കെ ആണോ? അതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇനി ഒരു പ്രത്യേക കാര്യം കൂടി ശ്രദ്ധിക്കുക. ഡിനോമിനേറ്റർ ആകുന്ന ആളിൻ്റെ ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് 3 6 9 എന്നീ ആളുകൾ വന്നാൽ
ഒരു കാരണവശാലും പിന്നെ മുമ്പോട്ടേക്ക് ചെയ്യാൻ നിൽക്കരുത്. അതിൻ്റെ കാരണം ഒരു കാരണവശാലും ഈ പറയുന്ന 3-ൻ്റെ 6-ൻ്റെ 9-ൻ്റെ അങ്ങനെയാകുന്ന ഡിനോമിനേറ്ററുകൾ ഡിജിറ്റ് സമ്മ് ഡിനോമിനേറ്ററിൽ വരുന്ന ആളുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിജിറ്റ് സമ്മ് 1-നകത്തേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? 3, 6, 9 എന്നിങ്ങനെയാകുന്ന സംഖ്യകളാണ് ഡിനോമിനേറ്ററിൽ ഉള്ളത് ഡിജിറ്റ് സമ്മായിട്ടെങ്കിൽ അവനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് 1-നകത്തേക്ക് എത്തിക്കാൻ പറ്റില്ല. എന്തിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല? 1-നകത്തേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? അതുകൊണ്ട് ഈ ആളുകളെ കണ്ടാൽ പിന്നെ അനങ്ങരുത്. ഓക്കെ ആണോ? എങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. അതും ഞാൻ ഓരോ പ്രോബ്ലങ്ങളായിട്ട് നമ്മുടെ ടോപ്പിക്ക് വരുമ്പോൾ പറഞ്ഞു തരാമേ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിനകത്തേക്ക് പോകാം. 88% ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? 88/100 എന്നല്ലേ ആണ്. ഇനി അതിനുശേഷം അവിടെ ഓഫ് എന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ഗുണം ഇടുക എന്നല്ലേ. അതിനുശേഷം അവിടെ 370 ഉണ്ട്, പ്ലസ് 24% എന്ന് പറഞ്ഞാൽ ആരാടാ? 24/100 അല്ലേ. അത് കഴിഞ്ഞ് ഓഫ് ആകുമ്പോൾ ഒരു ഇൻഡു സൈൻ ഉണ്ട്. അതിനുശേഷം അവിടെ ആരാ മക്കളെ വരുന്നത്? ഒരു 210 അല്ലേ. അത് കഴിഞ്ഞ് എന്തുണ്ട്? എക്സ് കൊണ്ട് അതിനെ കുറയ്ക്കുക. ഓക്കെ ആണോ? എക്സ് എന്നാകുന്ന സംഖ്യ കൊണ്ട് കുറയ്ക്കുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 118 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി നമുക്ക് ഡിജിറ്റ് സമ്മ് നോക്കാം. തനിയായിട്ട് ഓരോ ആളുകളുടെയും ഡിജിറ്റ് സമ്മ് ഒക്കെ. ഇവിടുത്തെ ഡിജിറ്റ് സമ്മ് 1. ഇനി എന്ത് ചെയ്യണ്ട? ഇവനെ പരിഗണിക്കണ്ട. ഇവിടുത്തെയും ഡിജിറ്റ് സമ്മ് 1. ഇനി എന്ത് ചെയ്യണ്ട? ഇവനെ പരിഗണിക്കണ്ട. ന്യൂമറേറ്ററിനെ കൊണ്ടുപോകാം. 8 8 എത്രടാ? 8 8 കൂട്ടുമ്പോൾ എത്ര വരും? 16. 8 8 16. 16ൻ്റെ 6 ഒന്നുകൂടെ എത്ര മക്കളെ? 7 അവിടുത്തെ ഡിജിറ്റ് സമ്മ്. ആണ്ടേ ഓപ്പറേഷൻ എന്താ? മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടുത്തെ എന്താ? 7 3 കൂടെ എടുക്കുമ്പോൾ 10. 10ൻ്റെ ഡിജിറ്റ് സമ്മ് 1 + 0 എത്ര വരും ഇവിടെ? 1. ഓക്കെ ആണോ? ഇനി എന്താ ഉള്ളത്? ഇവിടെ 4ഉം 2ഉം കൂടെ എത്ര മക്കളെ? 6. അതിനുശേഷം ഇവിടെ ഓപ്പറേഷൻ ഇൻഡു ചെയ്യണമെന്നാണ് കിടക്കുന്നത്. ഇവിടെ പ്ലസ് ആണ്. ഇനി അതിനുശേഷം 2 1 3. കണ്ടോടാ? അതിനുശേഷം -x. ഓക്കെ ആണോ? ഇനി എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കിക്കോ. ഇവിടെ 7 × 1 എടുക്കുക. 7 × 1 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 7 പ്ലസ് 6 × 3 18. 8 1 എത്ര വരുന്നത്? 9. ശ്രദ്ധിച്ച് നോക്കിക്കോണേ. 6 × 3 6 3 എത്രടാ? 18. 18ൻ്റെ 8 1 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 9. 9 വന്നാൽ വെട്ടിക്കോണം. ഡിജിറ്റ് സം അപ്പോൾ എന്തായിക്കോളും? 0 ആയിക്കോളും. -x എന്ന് പറയുന്നത് ആരിലേക്കാണ് നമുക്ക് എത്തിച്ച് നിർത്തേണ്ടത്? 118. 118ൻ്റെ ഡിജിറ്റ് സം എത്രയാടാ? 1. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണേ. 0 എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തി. 7ൽ നിന്ന് എത്ര കുറഞ്ഞാലാ 1 വരിക? 7ൽ നിന്ന് 6 കുറഞ്ഞാലല്ലേ 1 വരിക. അതിനർത്ഥം എക്സ് ആകുന്ന ആളിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 6. ഈ കൂട്ടത്തിൽ 6 എന്ന് പറയുന്ന ഡിജിറ്റ് സമ്മ് തരുന്നവൻ ആരുണ്ടെന്ന് നോക്കിയാൽ മതി. 8 1 വെട്ടുമ്പോൾ 3 വരുന്നത്. ഇത് ആൻസർ ആവോ? ഇല്ല. ഇതാണ്ട് നോക്കിക്കോ. 6ഉം 2ഉം എത്ര വന്നു? 8. 8 8 16. 6 1 7 അല്ലേ വന്നേ. ഇത് ആൻസർ ആവോ? ഇല്ല. ഇത് നോക്കേ. 8 8 2 10 5 15. 5 1 6 വരുന്നുണ്ട്. ഇവൻ ആൻസർ ആകാം. ഇനി നോക്കേ. 5 2 7 6 13. 3 1 4 ഡിജിറ്റ് സമ്മ് വരുന്നത്. ഇവനാകോ? ഇല്ല. അപ്പോൾ കൺഫേം ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീവിയസ് ആകുന്ന ചോദ്യം തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന 370ൻ്റെ 88% കണ്ടുപിടിച്ച് 210ൻ്റെ 24% ഒക്കെ കണ്ടുപിടിച്ച് ആൻസറിനകത്തേക്ക് എത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പം ഈ പറയുന്നൊരു മെത്തേഡ് അതിനകത്തോട്ട് അപ്ലൈ ചെയ്യുക. ടപ്പേന്ന് ആൻസർ കിട്ടും. ഓക്കെയാണ്? ശരി, അടുത്തതാകുന്നൊരു ചോദ്യം നോക്കേടാ. ഇവിടെ അവർ തന്നിട്ടുള്ളതാകുന്നത് എന്താ? ഒരു മിക്സ്ഡ് ആകുന്ന രീതിയിലാണ്. ഇവിടെ ഡിവിഷൻ കാണാം, മൾട്ടിപ്ലിക്കേഷൻ കാണാം. ബോർഡ് മാസ് പ്രകാരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. ദാ കിടക്കുന്ന ആൾ. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? അതിനുശേഷം അവശേഷിക്കുന്നതാകുന്ന നമ്പറിനകത്ത് പിന്നെ ആരുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്സ്ട്രാക്ഷൻ ഉണ്ട്. പിന്നെ അപ്പുറത്ത് കുറേ ആളുണ്ട്. ശരിയല്ലേ? നമുക്കിത് അങ്ങോട്ട് ചെയ്താലോ? ദാ ഇനി എന്നോടൊപ്പം ഒന്ന് ചെയ്തേക്കണേ. ഇതാ നോക്കിക്കോട്ടെ. ഇവിടെ ആദ്യം തന്നെ 1127 ഡിവൈഡഡ് ബൈ 23 എന്നല്ലേ കിടക്കുന്നത്. ഇവനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1127 ഡിവൈഡഡ് ബൈ എന്താ മക്കളെ? 23. ശരിയാണോ? ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കൈകളിലേക്ക് ഫ്രാക്ഷൻ ആകുന്ന ഒരു നമ്പറിനെ കിട്ടിയ ഒരു കാരണവശാലും അവൻ്റെ ഡിജിറ്റ് സം ആകുന്നത് താഴെ 1 അല്ല എങ്കിൽ 1 ആക്കാതെ മുമ്പോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണോ? ഡിജിറ്റ് സമ്മ് ചെക്ക് ചെയ്തേ. 7ഉം 2ഉം വെട്ടി 1 1 2. ഇവിടുത്തെ ന്യൂമറേറ്ററിൻ്റെ ഡിജിറ്റ് സമ്മ് 2. താഴെ ഡിനോമിനേറ്ററിന് 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 5. ശരിയാണോ? ഡിനോമിനേറ്റർ ആകുന്ന ആളിൽ ഡിജിറ്റ് സമ്മ് നിലവിൽ എത്രയാണ് കിടക്കുന്നത്? 2. എത്രയാണ് കിടക്കുന്നത്? ഡിനോമിനേറ്റർ 5. ഡിജിറ്റ് സമ്മ് ഞാനിനി എന്താക്കണം? 1 ആക്കണം. മക്കളെ ദാ ഈ ഒരു ടേബിൾ അങ്ങ് പഠിച്ചു വെച്ചാൽ ടപ്പേന്ന് കാര്യം നടക്കും. ദാ ഇങ്ങോട്ടൊന്ന് നോക്കേടാ. ഡിജിറ്റ് സം എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 എന്നാണ് വന്നതെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ എന്ത് ചെയ്യണം? അതായത് മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഒരുപക്ഷെ ഡിജിറ്റ് സമ്മ് ഡിനോമിനേറ്ററിൽ 5 എന്നാണ് വന്നതെങ്കിലോ
ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഒരുപക്ഷെ അവിടെ ആകുന്ന ആൾ എന്ന് പറയുന്നത് 4 ആണ് എന്നിരിക്കട്ടെ, ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിജിറ്റ് സമ്മ് 7 ആണെങ്കിൽ 4 കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ. 2 ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5 ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 ആണെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 7 ആണെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഒരുപക്ഷെ 8 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, 8 കൊണ്ട് തന്നെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, 8 കൊണ്ട് തന്നെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മുകളിലും താഴെയും. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഇവിടെ 5 അല്ലേ വന്നേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഡിനോമിനേറ്ററിൽ 5 ആണ് ഡിജിറ്റ് സമ്മ് വന്നേക്കുന്നത്. 5 ആണെങ്കിൽ 2 കൊണ്ട് മുകളിലും താഴെയും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുക, മൾട്ടിപ്ലൈ ചെയ്തേക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ തന്നെ ഡിനോമിനേറ്റർ ആകുന്ന ആളിൻ്റെ ഡിജിറ്റ് സമ്മ് 1 ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാകും. പിന്നെ ഇവനെ പരിഗണിക്കേണ്ട, ന്യൂമറേറ്ററിൻ്റെ ഡിജിറ്റ് സമ്മ് മതി. 2 ഗുണം 2 എത്രടാ, 4. അതായത് ഇത്രയും ആകുന്ന സാധനത്തിൻ്റെ ഡിജിറ്റ് സമ്മ് നിലവിൽ എത്രയെന്ന് കിട്ടി, 4 എന്ന് കിട്ടി. പിടികിട്ടിയോ? പറയാനാന്നേ പാട്, ചെയ്യാൻ ഒരു പാടുമില്ല. 4 ആണ്. ഇനി ബാക്കി നോക്കിക്കോ, 4ഉം 2ഉം കൂടി ഇവിടെ എത്രയായി, 6, 3ഉം 2ഉം കൂടി ഇത് എത്രയായി, 5. 6 ഗുണം 5 30. 30ൻ്റെ 3ഉം 0 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇവിടെ, 3 + 0 3 -4. കണ്ടോ, 3 ഇവിടെ -4 = x മൈനസ് എത്രയാ മക്കളെ, 100 എന്നല്ലേ കിടക്കുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേട്ടേടാ, മക്കളെ. 3 - 4 എന്ന് പറഞ്ഞാൽ -1. ഓക്കെ ആണോ? -1. മക്കളെ, നെഗറ്റീവ് സംഖ്യകൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, 9ൽ നിന്ന് ആ 1നെ അങ്ങ് കുറയ്ക്കണം. 9ൽ നിന്ന് 1നെ കുറച്ചാൽ എത്ര വരും, 8. അതായത് നിലവിൽ ഇത്രയും ആകുന്ന ആളിൻ്റെ ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് എത്രയായി, 8 എന്നായി. ഓക്കെ ആണോ? 3 - 4 എന്ന് പറയുന്നത് എത്ര, -1. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, -1 എന്നതിനെ 9ൽ നിന്ന് അങ്ങോട്ട് കുറയ്ക്കുക, 9ൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ എത്ര വരും ഇവിടെ, 8 വരും. ഇനി ഒന്ന് നോക്കേ, ഇവിടെ എത്ര ഇടാ ഉള്ളത്, 100 അല്ലേ. 100ൻ്റെ ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് എത്ര മക്കളെ, 1 അല്ലേ. ശരിയാണോ? ഇനി ഈ 1 ഈക്വൽ ടു സൈഡിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന 8ൽ നിന്ന് 1 കുറച്ച് എത്ര വരും ഇവിടെ, 7. അതായത് എക്സിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എത്രയാ, 7. ഒന്നുകൂടെ പറയാം. എന്താ ഞാൻ പറഞ്ഞേ, ഇത് തങ്ങളിൽ ആദ്യമേ അങ്ങോട്ട് വാല്യുവേറ്റ് ചെയ്യുക. എന്താ വരിക, ഇവിടെ 7ഉം 2ഉം 9 വെട്ടി, ബാലൻസ് അവിടെ ഉള്ളത് 2, താഴെ എത്ര വന്നു, 5 ആയ കാരണം കൊണ്ട് ഡിനോമിനേറ്റർ അവിടെ ഡിജിറ്റ് സമ്മ് 5 ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, 1 ആക്കണം ഡിനോമിനേറ്ററിൻ്റെ ഡിജിറ്റ് സമ്മ്. 2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഡിനോമിനേറ്ററിനെ നോക്കണ്ട, 2 ഗുണം 2 4 എന്ന് കിട്ടി. ശരിയാണോ? ഇനി 3ഉം 2ഉം എത്ര വന്നു, 5 വന്നു. ഇനി 4ഉം 2ഉം എത്ര വന്നു, 6 വന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച 4 അവിടെയുണ്ട്. 6 5 30ന് 3, ബാലൻസ് അവിടെ 4. അപ്പുറത്താരാ ഉള്ളത്, x മൈനസ് 100. അതായത് ഡിജിറ്റ് സമ്മ് 100ന് എത്ര വരുന്നത്, 1. ഈ പറയുന്നത് ഇവിടെ -1 അല്ലേ. ശരിയാണ്, -1 അല്ലേ. -1 എന്ന് വന്നാൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ, -1 എന്ന് വന്നാൽ 9ൽ നിന്ന് കുറച്ചങ്ങോട്ട് എഴുതുക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ, 9 - 1 8 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ സംഭവിക്കുക, x മൈനസ് എത്രയെന്നാണ് വരിക, 1 അല്ലേ. മക്കളെ ഈ -1 എന്ന് പറയുന്നത് ഈക്വൽ ടുവിന് ഇപ്പുറത്തെ വശത്തേക്ക് വന്നാൽ +1 ആകും. അതുകൊണ്ട് 8 + 1 എന്ന് പറയുന്നത് എത്രയാകൂടാ, 9 എന്നാകും. 8 + 1 എന്ന് പറയുന്നത് എത്രയാകൂടാ, 9 എന്നാകും. അതിനർത്ഥം എന്താണെന്നറിയോ, ഡിജിറ്റ് സം എന്ന് പറയുന്നത് 0 വരുന്നവൻ ആരാന്ന് നോക്കിയാൽ മതി. കൂട്ടുമ്പോൾ 9 വന്നാൽ വെട്ടണം, 0 ആക്കണം. ഓക്കെ അല്ലേ. 0 വരുന്നവൻ ആരുണ്ടെന്ന് നോക്കണം. താണ്ടെ 7ഉം 2ഉം വെട്ടി, 4 3 7 1 8 ഇവനാണോ, അല്ല. ഇതാ നോക്കിക്കോ, 8 1 വെട്ടി, 3 2 5 2 7 എന്നാണ് മൊത്തത്തിൽ വരുന്നത്, ഇവനാണോ, അല്ല. ഇത് നോക്കേ, 9 വെട്ടി കളയാം, 3 6 3 9 മൊത്തവും കൂടെ വെട്ടി, ഇതിൻ്റെ ഡിജിറ്റ് സമ്മ് 0. ഇതായിരിക്കും ആൻസർ. ഒന്നുകൂടെ വെരിഫൈ ചെയ്തോ. 6 4 10, 10ഉം അല്ലേ വേണ്ട, അതാണ്ട് 6ഉം ഇതും കൂടെ വെട്ടുമ്പോൾ 9 അങ്ങ് മാറി. 4 4 എത്ര വരും ഇവിടെ, 8 ആണ് ഡിജിറ്റ് സമ്മ്. ശരിയാണോ? 0 വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? കിട്ടി. അടുത്ത ചോദ്യം. എടാ മറക്കരുത്, ഈ ടേബിൾ 3 6 9 എന്ന് ഡിനോമിനേറ്ററിൽ ഡിജിറ്റ് സമ്മ് വന്നാൽ പിന്നെ പണിയെടുക്കാൻ നിൽക്കണ്ട, കളഞ്ഞേക്കുക. ഇനി എന്ത് മാത്രം ചെയ്താൽ മതി, 2 ആണെങ്കിൽ 5 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക, 4 ആണെങ്കിൽ 7 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക, 8 ആണെങ്കിൽ മുകളിലും താഴെ 8 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 7 ആണെങ്കിൽ 4 കൊണ്ട്, 5 ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചു. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. ഈ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ആൽജിബ്ര എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ആൽജിബ്രയ്ക്ക് ആകുന്ന ഇക്വേഷൻ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഗുണിച്ച് എടുത്തിട്ട് പിന്നെ കുറച്ചിട്ട് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡിജിറ്റ് സം അപ്ലൈ ചെയ്യണം. 9 വെട്ടുന്നു, 3ഉം 2ഉം എത്ര മക്കളെ, 5. 9 വെട്ടുന്നു, 3ഉം 2ഉം എത്ര മക്കളെ, 5. 5 × 5 25. അവിടെ എത്ര വരും, 25ൻ്റെ 5ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 7.
കണ്ടോടാ, 5 2 എത്രടാ 7, 5 2 എത്ര മക്കളെ 7, 7 7 49 അല്ലേ, 49-നകത്തെ 49 അല്ലേ, അതിനകത്ത് 9 വെട്ടി ബാലൻസ് എത്ര ഉണ്ടടാ 4 അങ്ങനെ ഇവിടുത്തെ ഡിജിറ്റ് സം. ഇനി ഇവിടെ എന്ത് വരും മക്കളെ, ദാണ്ടേ 4 1 എത്ര ഇത് 5, ദാണ്ടേ 9 വെട്ടി 3 2 എത്രടാ 5, 5 ഗുണം 5 എന്ന് പറഞ്ഞാൽ 25, 25ൻ്റെ 5 2 കൂടെ കൂട്ടുമ്പോൾ എത്ര മക്കളെ 7 എന്നല്ലേടാ വരണ്ടേ, ആണ്. എടാ 7 മൈനസ് 7 വെട്ടിപ്പൂ 0 അവശേഷിക്കുന്ന ഡിജിറ്റ് സം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ 4. അങ്ങനെയാണെങ്കിൽ 4 വരുന്നവനെ കണ്ടുപിടി. ദാണ്ടേ 7 2 കൂടെ വിട്ടു പോയി, ദാണ്ടേ ഈ പറയുന്ന 9 പോയി, 8 3 11 1 1 2 ഡിജിറ്റ് സം വരുന്നത്. നമുക്ക് ഇവനാണോ വേണ്ടേ, അല്ല 4 വരുന്നവനെയാണ് വേണ്ടേ. ഞാൻ നോക്കടാ 9 വെട്ടി 6 3 9 വെട്ടി 8 6 14 4 1 5 വരുന്നത്, ഇതാണോ ആൻസർ, അല്ല. ഇനി ഇവനോ ദാണ്ട് 9 വെട്ടി 9 വെട്ടി 6 ദാണ്ട് ഈ 3 വെട്ടി അവശേഷിക്കുന്നത് 4 എന്ന ഡിജിറ്റ് സം ആണ്, ശരിയാ, ഇതാ അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? എന്നാൽ ഇതിനെയും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തോ. ദാണ്ടേ 9 വെട്ട് 8 8 16 3 19 7 എത്ര വരുവിടാ, 19 7 എത്ര വരുവിടാ 26, 26ൻ്റെ 6 2 കൂടെ എത്രടാ 8 എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇവനാകൂടാ, ഇല്ല. ശരിയാണോ? ആൻസറിനകത്തേക്ക് പെട്ടെന്ന് എത്തിയാണ്ടോ, കണ്ടോടാ. കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് വാ മക്കളെ. ഇനി മാക്സിമം സ്പീഡ് ചെയ്തു. ദാ ഈ ഒരു ചോദ്യം നോക്കട്ടെ, എൻ്റെ കൂടെ അങ്ങ് ചെയ്തു. ആദ്യമേ ബോർഡ് മാസ് പ്രകാരം ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ഉള്ളത്, 2 2 4 4 3 എത്ര വരൂടാ 7. ഓക്കെ ആണോ? 7 ഡിവൈഡഡ് ബൈ 134, 4 3 7 1 എത്ര വരും 8. ഡിനോമിനേറ്ററിനകത്ത് 8 വന്നാൽ എന്ത് ചെയ്യണം, 1 ആക്കാൻ വേണ്ടി ഡിജിറ്റ് സം എന്ന് പറയുന്നത് 1 ആക്കാൻ വേണ്ടി മുകളിലും താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 8 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഡിനോമിനേറ്ററിനെ നോക്കണോ, വേണ്ട. ഇനി എന്ത് ചെയ്യാം, 7 ഗുണം 8 എന്ന് പറയുന്നത് എത്രടാ 56, 56ൻ്റെ 6 5 കൂടെ കൂട്ടുമ്പോൾ എത്ര വരൂടാ 11, 11ൻ്റെ 1 1 കൂടെ കൂട്ടുമ്പോൾ എത്ര വരൂടാ 2. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ആകുന്നതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ 2 എന്ന് വന്നു. ഇനി എന്താ 6 2 എത്ര വരും 8. ഇനി ഇവിടെ ഡിവൈഡഡ് ബൈ 100ൻ്റെ ഡിജിറ്റ് സം ഓൾറെഡി ഡിനോമിനേറ്ററിൽ 1, അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യാത്ത അങ്ങോട്ട് കേട്ടോ. ഇനി നോക്കിയാൽ 7 4 എത്ര വരും 11 1 12 2 1 3 ഓഫ് ആയതുകൊണ്ട് ഗുണം. ശരിയാണോ? ഇനി എന്താ സംഭവിക്കുന്നത്, ഇവിടെ 2 ഉണ്ട് പ്ലസ് 8 ഗുണം 3 എന്ന് പറഞ്ഞാൽ 24, 4 2 കൂടെ എത്ര വരൂടാ 6 വരും. അതായത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 6 2 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 8 ആയിരിക്കണം ഡിജിറ്റ് സം കിട്ടുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാൾ ഈ കൂട്ടത്തിൽ എവിടെയുണ്ട്, കണ്ടുപിടിക്ക്. 5 4 വെട്ടുന്നു, 6 2 എത്ര വരുന്നു 8, ഇതാകാനാണ് സാധ്യത. ഇനി ഇതല്ല ഡിജിറ്റ് സം എന്ന് പറയുന്നത് 8 അല്ല എന്ന് ബാക്കിയുള്ളവരിലൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കിയടാ. നോക്കിക്കോ, ഇവിടെ 6 3 വെട്ടി 5 2 7 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും അല്ല. ഇവിടെ നോക്കേ, ഇവിടെ 5 4 9 എടുത്തു, ബാലൻസ് ഇനി 6 വരുന്നത്, എന്തായാലും ഇതാകാൻ സാധ്യതയില്ല. ഇവിടെ നോക്കേ 6 4 10 8 18 മൊത്തോടെ കൂട്ടുമ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട്, അവശേഷിക്കുന്നത് 2 ആണ്. 8 അല്ലേ നമുക്ക് വേണ്ടേ, അങ്ങനെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ, ഇവിടെ സ്ക്വയർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഈ ക്വസ്റ്റ്യനകത്ത് ഞാനൊരു ചെറിയ കാര്യം കൂടി ഞാൻ അധികം പറഞ്ഞു തരാമേ. അത് നോക്കിക്കോണേ, 17.3 മക്കളെ, ഡെസിമലുകൾ എന്ന് പറയുന്നത് ഡിജിറ്റ് സമ്മിനൊരു വിഷയമേ അല്ല. ഓക്കെ ആണോ? 7 1 എത്ര 8, 8 3 എത്ര, അങ്ങ് കൂട്ടിക്കോണം. 7 1 8, 8 3 11 1 1 2. എടാ 2ൻ്റെ സ്ക്വയർ എന്നാണ് കിടക്കുന്നത്, 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എത്ര മക്കളെ 4. ഇത്രയും ആളിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് അപ്പോൾ എത്ര വരും 4 പ്ലസ് താണ്ടേ 7 4 എത്ര മക്കളെ 11 1 1 എത്രയായി 2, 2 ഗുണം ഡിവൈഡഡ് ബൈ 100, ശതമാനം നോക്കുക വേണ്ട, കാര്യം ഡിജിറ്റ് സം ഡിനോമിനേറ്ററിൽ 1 ആയി. ഇനി എന്താ ഉള്ളത്, 8 1 8 4 2 എത്ര മക്കളെ 6, 6 ഗുണം 2 12, 12ൻ്റെ 2 1 കൂടെ എടുക്കുമ്പോൾ എത്ര വരൂടാ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്, പ്ലസ് അവിടെ 24, 4 2 എത്രടാ 6 ഇൻറ്റു ഇതെത്ര വരുവാടാ 5 4 വെട്ടിയാൽ ബാക്കി 6 ഗുണം 7 എന്നായിരിക്കും വരിക. ശരിയാണ്? ഇനി നമുക്ക് ഫൈനൽ ആൻസറിനകത്തേക്ക് പോകാം. 4 3 എത്ര മക്കളെ 7 അല്ലേ, 7 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 6 7 എത്ര വരും 42, 4 2 കൂടെ എടുക്കുമ്പോൾ എത്ര വരും 6. ഇനി നമുക്ക് നോക്കാം, എക്സ് എന്ന് പറയുന്നതാകുന്ന ഉത്തരമാകുന്ന ആളിൻ്റെ ഡിജിറ്റ് സം അപ്പോൾ എന്ത് വരും 7 ഉണ്ട്, ഈ പ്ലസ്സിങ് ഇപ്പുറം വരട്ടെ -6, ആൻസർ എത്ര വരണം 1 എന്ന് വരണം. ഓക്കെ അല്ലേ? കൂട്ടത്തിൽ 1 വരുന്നവൻ ആരുണ്ടെന്ന് നോക്കിയടാ. നോക്കിക്കോ, 8 1 വെട്ടി. ശരിയാണോ? ഇനി 6 6 12 7 19 9 1 10, 10ൻ്റെ ഡിജിറ്റ് സം 1 വരുന്ന ആളെ കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് കൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോ. 8 1 കൂടെ ആയപ്പോൾ എത്രയായി മക്കളെ 9 മാറ്റി നിർത്ത്. ബാലൻസ് ഉള്ളത് 6 5 11 7 എത്ര വരൂടാ 6 5 11 7 എത്ര വരും 18. അതായത് ഇവൻ്റെ കംപ്ലീറ്റ് ആകുന്ന വിലകളും വെട്ടിപ്പോകും, ഡിജിറ്റ് സം 0 വരും. ശരിയാണോ? ഒന്നുകൂടെ നോക്കിക്കോ. 8 1 വെട്ടി, ബാലൻസ് എന്തുണ്ട് 7 6 13 5 18.
9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, വെട്ടിക്കോ. അപ്പോൾ ഡിജിറ്റ് സം എത്ര വരുന്നത്? 0 വരും. അവിടെ ഇവൻ ആൻസർ ആകുമോ? ഇല്ല. അടുത്തവനെ നോക്കിക്കോ. ദാണ്ടേ 7ഉം 2ഉം കൂടെ വെട്ടി മാറ്റാം. 8ഉം 6ഉം 14ഉം 5ഉം എത്ര വരുന്നത്? 19. 19 ആകുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി 9 1 10 ഇവൻ്റെയും ഡിജിറ്റ് സം 1 കൺഫേം ചെയ്യാൻ പറ്റിയോ? ഇല്ല. ഡിജിറ്റ് സം എന്ന് പറയുന്നത് ഒരേപോലെ തന്നെ 2 ഓപ്ഷനുകളിൽ വരുന്നുണ്ട്. ഇനി അപ്പോൾ ഇത് വേണമെങ്കിലും ആൻസർ ആകാൻ സാധ്യതയുണ്ട്. ഇനി ഇവനിനകത്തേക്ക് വാ. താണ്ടേ ഇവിടെ 6ഉം 3ഉം വെട്ടി. അപ്പോൾ എന്തായി? ബാലൻസ് ആകുന്നതിനെ കൂട്ടാ 8 7 15 6 21 2 1 3. ഇതെന്തായാലും ആകില്ല മക്കളെ. ഈ 2 പേരിൽ ഏതോ ഒന്നാണ് ഉത്തരം. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്യണം. എന്ത് യൂസ് ചെയ്യണം മക്കളെ? നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്യണം. എങ്ങനെയാണ് ആ ലോജിക്ക് യൂസ് ചെയ്യുക? എടാ, ഈ ഒരു ചോദ്യത്തിനകത്ത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്ര ഡെസിമലോട് കൂടിയുള്ള ആളുകളാണ്? 3 ഡെസിമലോട് കൂടിയുള്ള ആളുകളാണ്. ഈ മൂന്നാമത്തതാകുന്ന ഡെസിമൽ സ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ ഈ കൂട്ടത്തിലെ ആരാണ് അതിന് സ്വാധീനം ചെലുത്തുന്നത്? എടാ, ഈ പറയുന്ന 17.3നെ സ്ക്വയർ ചെയ്താൽ 2 ഡെസിമലുള്ള ആളിനെ കിട്ടത്തുള്ളൂ. അതുപോലെ 47% എന്ന് എഴുതുന്നത് 0.47 എന്നതിന് തുല്യമല്ലേ? 47% എന്ന് പറഞ്ഞാൽ 0.47. അവിടെയും 2 ദശാംശങ്ങൾ മാത്രമേ ഉള്ളൂ, 2 ഡെസിമലേ ഉള്ളൂ. പക്ഷേ ഇവന് മാത്രമാണ് ഇവിടെ 3 ഡെസിമലുകളായി ഉള്ളത്. അതായത് എക്സ് ഈക്വൽ ടു എന്ന് എഴുതുന്ന സമയത്ത് ഇവിടെ ഈ പറയുന്ന ഇപ്പുറത്തെ ഭാഗത്തുള്ളതാകുന്ന സംഖ്യയ്ക്ക് എത്ര ഡെസിമലുകളെ കാണത്തുള്ളൂ? 0 ശേഷം 2 ഡെസിമലേ കാണും. 0 എന്നല്ല, ഞാൻ ജസ്റ്റ് എഴുതി 2 ഡെസിമൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് വരുന്ന ആൾക്ക് എത്ര ഡെസിമൽ ഉണ്ടാകും? 3 ഡെസിമൽ ഉണ്ടാകും. അതിൽ യൂണിറ്റ് ഡിജിറ്റിനകത്ത് ആരുണ്ടാകുമെന്നറിയാൻ ഈ 4ഉം ഈ 6 ഗുണിച്ച 6 × 4 എത്ര? 24. ആ 24ൻ്റെ 4 ആയിരിക്കും എന്തെന്ന് പറയുന്നത് അങ്ങേ അറ്റം കിടക്കുന്നതാകുന്ന ഭാഗത്തുണ്ടാകാം. ശരിയാണോ? ഇവിടെ ഓൾറെഡി 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ ഡിജിറ്റിന് പകരം 0 കൊടുക്കും. ഇനി എക്സിനകത്തേക്ക് എത്തണമെങ്കിൽ ഇവൻ അപ്പുറത്തേക്ക് പോയാൽ ഇവിടെ പ്ലസ് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ കുറയ്ക്കുകയല്ലേ വേണ്ടേ? മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കേ. 10ൽ 4 പോയാൽ എത്രയാണ് വരിക? 6. അതായത് 6ൽ അവസാനിക്കുന്ന ആളാണ് നമ്മുടെ ഉത്തരം. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. പിടികിട്ടിയോ? പിടികിട്ടി. അടുത്ത ചോദ്യം നോക്കേടാ. സെയിം കാര്യം ഇവിടെ ടപ്പയെന്നൊന്ന് സ്പീഡിലൊന്ന് അപ്ലൈ ചെയ്തേക്കേ. ഒന്ന് നോക്കിക്കോ. ഇവിടെ ദാണ്ടേ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ ദാണ്ടേ 3 ഉണ്ട് 6 ഉണ്ട്. ഓക്കെ. ദാണ്ടേ അല്ല, മൊത്തത്തിൽ അങ്ങ് എടുത്തു. ദാണ്ടേ 7 3 അല്ലേ വേണ്ട? എങ്ങനെ അല്ലേ വേണ്ട? നിങ്ങളുടെ ഇഷ്ടം പോലെ. 7 3 10, 7 3 10. അപ്പോൾ 10 10 20, 20ഉം 10ഉം എത്രയായി? 30. ആൻസർ എത്ര വന്നു? 3 എന്ന ഡിജിറ്റ് സമ്മിലേക്ക് എത്തി. ഓക്കെ ആണ്. ഇനി ഇവിടെ എത്ര ഉള്ളത്? ഡിവൈഡഡ് സൈനാണ് ഉള്ളത്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 455. 5 4 വെട്ടി. ഇനി അവിടെ അവശേഷിക്കുന്നത് 5. 5 വന്നാൽ മുകളിലും താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡിജിറ്റ് സം ഡിനോമിനേറ്ററിൽ 1 ആക്കാൻ 2 കൊണ്ട്. ഇനി ഡിനോമിനേറ്റർ നോക്കണോ? വേണ്ട. 3 × 2 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 6 എന്ന് വരും. അതായത് ഇത്രയും ആകുന്ന സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായി മാറി? 6 എന്നായി മാറി. ഇനി അവിടെ അതിനുശേഷം പ്ലസ് ഉണ്ട്. താണ്ടേ 3 3 6 1 എത്ര വരുന്നത്? 7 ഉണ്ട്. ഇനി ഇവിടെ എന്താ ഉള്ളത്? 8 6 14, 4 1 എത്ര മക്കളെ വരുന്നത്? 5 മൈനസ്. ഓക്കെയാണ്. ഇനി എന്താ ഉള്ളത്? 7 5 12 1 എത്ര? 13. 3 എത്ര? 3 1 എത്ര വരും? ഇവിടെ 4 വരും. ഇനി ഇവിടെ എത്ര ഉള്ളത്? ഇങ്ങോട്ട് കിടപ്പുണ്ട് ചോദ്യം കേട്ടോ. താണ്ടേ 9 വെട്ടി അവശേഷിക്കുന്നത് 4ഉം 2ഉം എത്ര മക്കളെ? 6. കണ്ടോ? ഒന്നുകൂടെ എന്താ ചെയ്തേ? ഇവിടെ 3 വന്നു. മൊത്തത്തിൽ അന്നേരം നമ്മൾ ഇവിടെ ഡിവൈഡഡ് ബൈ 455 ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അവിടെ എത്ര വന്നു? 6 എന്ന് വന്നു. കണ്ടോ? ഇനി ഇവിടെ എന്താ ഉള്ളത്? ദാണ്ടേ ഇതിങ്ങോട്ട് നോക്കുക. 3 6 1 7. ഇവിടെ 8 6 14, 4 1 എത്ര വരും? 5. ഇതാ എഴുതി. 7 5 35. 5 3 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 8. 6ഉം 8, 6 + 8 എന്നായി. മൈനസ് 6 4 24. 24ൻ്റെ 4ഉം 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 6. ഈ 6ഉം ഈ 6ഉം അങ്ങ് വെട്ടിപ്പോത്തില്ലേ? അപ്പോൾ അതായത് ഇപ്പുറത്തെ സൈഡിൽ ഈക്വൽ ടുവിൻ്റെ ഇടത് ഭാഗത്ത് മൊത്തത്തിൽ ഇപ്പോൾ ഡിജിറ്റ് സം എത്രയായി? 8. അപ്പുറത്തെ സൈഡിൽ എന്തായെന്ന് ചോദിച്ചാൽ 40% എന്ന് പറഞ്ഞാൽ എത്ര? ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ 40% എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് സം 4 × x എന്നല്ലേ വരിക? ആണോടാ? 4 × x എന്നല്ലേ വരിക? ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. എടാ 8 എന്നാണ് വരേണ്ടത്. ഓക്കെ ആണോ? 4 ആകുന്ന ഡിജിറ്റ് സമ്മിൻ്റെ കൂടെ എക്സിൻ്റെ ഏത് ഡിജിറ്റ് സമ്മ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 വരുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. ഒന്ന് നോക്കേടാ. 6ഉം 3ഉം 9. അവശേഷിക്കുന്നത് എത്ര ഡിജിറ്റ് സമ്മ്? 3. 9 വെട്ടി. ഓക്കെ ആണോ? 5 3 8 1 9. അവശേഷിക്കുന്നത് 2. നോക്കുക. 6 8 1 9 വെട്ടി. അവശേഷിക്കുന്ന ഡിജിറ്റ് സമ്മ് 4. 5 8 9. അവശേഷിക്കുന്ന ഡിജിറ്റ് സമ്മ് 3. മക്കളെ ഈ കൂട്ടത്തിൽ ആരുടെ ഡിജിറ്റ് സം ഇട്ട് കൊടുക്കുമ്പോഴാണ് 8 എന്ന് കിട്ടുന്നത്? 4 × 2 ആണ് 8. ശരിയല്ലേ? അപ്പോൾ 2 ഡിജിറ്റ് സം വരുന്ന ആൾ ഓപ്ഷൻ ബി ആണ്. കണ്ടോ? ഇങ്ങനെയും ചെയ്യാം. രീതികൾ പിടികിട്ടിയോ? ഇനി അടുത്തതാകുന്ന ചോദ്യം നോക്കിയടാ. ഇത് ആക്ച്വലി ഞാൻ അതിൻ്റെ ഒരു
ഒരു ആപ്ലിക്കേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തതാണ്. മക്കളെ, സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് 2 നമ്പറുകളുടെ പ്രോഡക്റ്റുകൾക്ക് തുല്യമായിരിക്കും. ഓക്കെ ആണോ? LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് 2 നമ്പറുകളുടെ പ്രോഡക്റ്റുകൾക്ക് തുല്യമായിരിക്കും. ഓക്കെയാണ്? അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ചോദ്യത്തിനകത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് ഈ LCM ആകുന്ന ആളിനെയാണ്. ഞാൻ അവനെ X എന്ന് വിളിച്ചാൽ HCF ആകുന്ന ആൾ അവിടെ എത്ര തന്നിരിക്കുന്നത്? 32 എന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. എങ്കിൽ പ്രോഡക്റ്റ് എത്രയെന്ന് ചോദ്യം പറയുന്നുണ്ട്? 102.40. കണ്ടോ? ഓക്കെയാണോ? 10,240. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഡിജിറ്റ് സമ്മുകൾ വെച്ച് ചെയ്യാൻ നോക്കേ. 3 2 എത്ര വന്നേ? 5 സമം. ഇവിടെ എത്ര വരുന്നത്? 4 2 6 1 എത്ര? 7. ഈ X ആകുന്ന ആളിൻ്റെ ഏതോ ഒരു ഡിജിറ്റ് സം ഇട്ട് കൊടുക്കുമ്പോൾ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 7 ആകുന്ന ഡിജിറ്റ് സമ്മിനകത്തേക്ക് എത്തണം. അങ്ങനെ എത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? X എന്ന് പറയുന്ന ആളിന് 7/5 എന്ന് എഴുതാം. ഈ 5നെ അങ്ങ് അപ്പുറം കൊണ്ടുവെക്കും. എന്നിട്ട് എന്ത് ചെയ്യാടാ? മുകളിലും താഴെയും 5 അല്ലേ? ഡിജിറ്റ് സമ്മ് 1 ആകണമെങ്കിൽ മുകളിലും താഴെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 7 2 14. ഡിനോമിനേറ്റർ നോക്കണ്ട. 7 2 14 4 1 എത്ര വരും? 5. 5 ഡിജിറ്റ് സമ്മ് വരുന്നവൻ ആരുണ്ടെന്ന് നോക്കിയാൽ മതി. 6 4 10. ഇവൻ വരൂല. ഇവിടെ 3 2 5 വരുന്നുണ്ട്. ഇവനാകാം ആൻസർ. 4 2 6. ഇവൻ വരൂല. 3 5 4 9. ഇവൻ ആണോ? ഇവനും അല്ല. കാര്യം ഡിജിറ്റ് സമ്മ് 0യാണ്. ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ? X ആകുന്ന നമ്പറിൻ്റെ ഡിജിറ്റ് സമ്മ് 5 ആകുന്ന ഡിജിറ്റ് സമ്മിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആകുന്ന ഡിജിറ്റ് സമ്മ് വേണം? 7 ആകുന്ന ഡിജിറ്റ് സമ്മ് വേണം. അങ്ങനെ ഒരു വാല്യൂവിനകത്തേക്ക് എത്തണമെങ്കിൽ ഈ നമ്പറുകളുടെ എല്ലാം ഡിജിറ്റ് സം എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുത്ത് 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതും ആകാം. എങ്ങനെ വേണോ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ ആണോ? ശരി, അടുത്തതാകുന്നൊരു ക്വസ്റ്റ്യൻ നോക്കേ. ഈ ഒരു ചോദ്യം കൂടെ മതി. ഇത് ആക്ച്വലി സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുന്ന ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെയും നമുക്ക് എന്ത് കൊണ്ടുവരാം? ഈ ഡിജിറ്റ് സം ആകുന്ന ആളിനെ കൊണ്ടുവരാം. മക്കളെ, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? PNR/100 എന്നാണ്. ശരിയല്ലേ? PNR/100 എന്നാണ് ഇക്വേഷൻ വരിക. ശരിയാണോ? മക്കളെ, ചോദ്യത്തിനകത്ത് അവർ പറയുന്നത് 3000 പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ. തരുന്നത് എത്ര തുകയാണോ നിക്ഷേപിക്കുന്നത് അതിനെയാണ് പ്രിൻസിപ്പൽ എന്ന് വിളിക്കുന്നത്. ചോദ്യം പറയുന്നത് 3680 രൂപ ഞാൻ നിക്ഷേപിക്കുന്നു. എത്ര വർഷത്തേക്ക്? 2.5 വർഷത്തേക്കാണ് ഞാൻ നിക്ഷേപിക്കുന്നത്. എത്ര ശതമാനം പലിശയിൽ? 4% പലിശയിലാണ് നിക്ഷേപിക്കുന്നത്. എങ്കിൽ വിലകൾ എഴുതി /100. ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്ര വരുമെന്ന് കണ്ടുപിടിക്കാൻ ഡിജിറ്റ് സമ്മ് മതി. എന്ത് ചെയ്താൽ മതിയടാ? 6 3 വെട്ടി. ഇവിടെ ഇനി ആരാ ഉള്ള? 8 വരും. 5 2 എത്ര ഇടാ? 7 വരും. ഇവിടെ 4 ഉണ്ട്. 8 × 7 എത്ര വരും? 56. 56ൻ്റെ 6 5 എത്ര വരും? 11. 11ൻ്റെ 1 1 എത്ര വരും? 2. 2 × 4 എന്ന് പറയുന്നത് എത്ര മക്കളെ? 8 ഡിജിറ്റ് സമ്മ് വരുന്ന ആളുണ്ടെന്ന്. ഡിനോമിനേറ്ററിനെ നോക്കണ്ട, കാര്യം ഡിജിറ്റ് സമ്മ് 1 അല്ലേ. ബാക്കിയുള്ളവൻ ആരാന്ന് നോക്കേ. ഇവിടെ 8 ആയി. ഒന്നുകൂടെ ഇത് മൊത്തം കൂടെ 8 ആണ് ഡിജിറ്റ് സമ്മ്. ഇവൻ്റെ 5 2 7 ആണ് ഡിജിറ്റ് സമ്മ്. ഡെസിമലുകൾ ഇതിനൊരു ബാധകമാകുന്ന കാര്യമേ അല്ല ഡിജിറ്റ് സമ്മിന് കേട്ടോ. ഇനി അവിടെ ആരുണ്ട്? 4. 7 4 എത്ര മക്കളെ? 28. 28ൻ്റെ 8 2 കൂടെ കൂട്ടുമ്പോൾ 10. 10ൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുമ്പോൾ 1 വരും. ഇനി 1 × 8 എന്ന് പറയുന്നത് ആര് തന്നെ? 8 തന്നെ. ആൻസർ എത്ര വരേണ്ട? ഡിജിറ്റ് സം 8 വരണം. ഇവിടെ 8 വരുന്നവൻ ആരുണ്ട്? 6 3 8. ഇത് 8 വരുന്നത്. ഇതായിരിക്കും ആൻസർ. ഇവന്മാർ വരുമോ? ഇല്ല. ഇത് 2 വരുന്നത്. 7 2 വെട്ടി പോകുമ്പോൾ ഇത് 4 വരുന്നത്. ഇത് 8 1 വെട്ടി പോകുമ്പോൾ ഇത് 4 വരുന്നത്. ഇതേ മാത്രമേ എന്താകാൻ സാധ്യതയുള്ളൂ? ആൻസർ ആകാൻ സാധ്യതയുള്ളൂ. മക്കളെ, ഇപ്പോൾ ഞാനൊരു 1 2 3 എക്സാമ്പിളുകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലുകളും പിന്നെ ബേസിക് ആകുന്ന പെർസെൻറ്റേജ് വൈസിൽ വരുന്ന ക്വസ്റ്റ്യൻസും എത്തിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഡിജിറ്റ് സമ്മിന് എല്ലാ മേഖലയിലും എന്ത് വരുന്നുണ്ട്? ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഈ ഒരു പാറ്റേണിൽ അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, ഞാനുള്ളിടത്തോളം കാലം ഇതേപോലെയുള്ളതാകുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് ഇനിയും വരും. കണ്ടൻറ്റുകൾ മാക്സിമം നിങ്ങളിലേക്ക് പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടെ ഇരുന്ന് തന്നെ പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച് ഇവിടുന്ന് തന്നെ നിങ്ങൾ കൊണ്ടുപോക്കും. പിന്നത്തേക്ക് നിങ്ങൾ ബുക്ക് തുറന്ന് നോക്കേണ്ട ഒരു ആവശ്യം വരരുത്. അത്രമേൽ പ്രയത്നിച്ച് ഇവിടുന്ന് വേണം പഠിച്ചിട്ട് പോകാൻ. ഓക്കെ ആണോ? ശരി, അപ്പോൾ ഇതേപോലുള്ള ടോപ്പിക്കുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.